ജോബിന്റെ കേസിൽ ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണോ അതുപോലെ തന്നെയാണ് അബ്രോഡ് സ്റ്റഡീസിൽ നമ്മൾ വെക്കുന്ന ഡോക്യുമെന്റ്സിൽ ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ ഇമ്പോർട്ടൻസ്. അപ്പൊ നമ്മളിപ്പോൾ ചിന്തിക്കുന്ന ഒരു കാര്യം ഉണ്ടാവും, ഈ ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ ആരാണ് തരേണ്ടത്? നമ്മുടെ പ്രീവിയസ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ യൂണിവേഴ്സിറ്റി ആവാം, സ്കൂൾ ആവാം, അവിടെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള പ്രൊഫസറാണ് ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ തരേണ്ടത്. ആൻഡ് ഇതിനൊരു പ്രോപ്പർ ആയിട്ടുള്ള ഡെക്കോറം ഉണ്ട്. 5 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് ഗ്രീറ്റിംഗ്, അതായത് നമ്മൾ ആരെയാണ് അഡ്രസ് ചെയ്യാൻ പോകുന്നവരെ ഗ്രീറ്റ് ചെയ്യുക. അപ്പൊ ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ മിക്കതും നമ്മൾ എടുക്കാൻ പോകുന്ന യൂണിവേഴ്സിറ്റി ുള്ളതായിരിക്കും. അപ്പൊ അവിടുത്തെ അഡ്മിഷൻ കമ്മിറ്റിനെ ഗ്രീറ്റ് ചെയ്തിട്ട് എഴുതുക. ആൻഡ് നെക്സ്റ്റ് വരുന്നത് ഇൻട്രൊഡക്ഷൻ. എങ്ങനെയാണ് ഞാൻ ഈ ഒരു കുട്ടിയുടെ പ്രൊഫസർ ആണ് എന്നുള്ള രീതിയിൽ നമ്മൾ ആ റിലേഷൻ ബിൽഡ് ചെയ്യുക. എന്റെ പേര് ഇങ്ങനെയാണെന്ന് വെച്ചിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതിനുശേഷം അവിടെ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ എഴുതി പോകാൻ പറ്റും. ആ കാൻഡിഡേറ്റിനെ നമുക്ക് നല്ല രീതിക്ക് അറിയാന്നുള്ള പോലെ. മൂന്നാമത്തത് ബോഡിയിലാണ് ഈ സ്റ്റുഡന്റ് എത്രത്തോളം അടിപൊളിയായിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആണെന്നുള്ള രീതിയിലെ പാരഗ്രാഫ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. അതിനുശേഷം കൺക്ലൂഷനിൽ മൊത്തത്തിൽ സമറൈസ് ചെയ്യാൻ ലാസ്റ്റ് സിഗ്നേച്ചർ ഇൻക്ലൂഡിംഗ്